നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ മാല, ഈ വേഷം, ഇതിന്റെയൊക്കെ അർത്ഥം വിശദീകരിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി എല്ലാവരും. അല്ല ഭാമേ, അവർക്ക് പറയാനുള്ള സാവകാശം കൊടുക്ക്. അല്ല, കുട്ടികളെ തടഞ്ഞു നിർത്തണോ? രാഘവേട്ട, സത്യഭാമ മകന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ അല്ല, മകൻ തന്നെയാ. പത്മാവതി മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്ത വാക്കാ. അങ്ങനെ ഒരാൾ ഒരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോ ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ വീട്ടിലേക്ക് കയറ്റണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അല്ല, അത് തൽക്കാലം ഇവിടെ തന്നെ നിന്നാ മതി. സത്യമേ, അത് വേണ്ട. എന്റെ കണ്ണിന് തകരാറൊന്നുമില്ലെങ്കിൽ ഈ നിൽക്കുന്നത് നിന്റെ അനിയത്തിയാണ് അല്ലേ? അതെ. എങ്കിൽ വിഷ്ണു സംസാരിക്കട്ടെ. അമ്മ, അത് വിചാരിക്കാത്ത കുറച്ച് സംഭവങ്ങളുണ്ടായി. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. നിർത്ത്. എന്താ ഇത്? കല്യാണത്തിന് മുമ്പേ വേറൊരു പുരുഷന്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. താൻ തന്നെ കെട്ടിക്കോളെ. ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ സത്യമേ തോന്നിയത്. എന്ന് പറഞ്ഞ നിനക്ക് ഇവിടെ ഇഷ്ടമല്ല. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുമല്ലോ എന്ന് ഓർത്ത് കല്യാണം കഴിച്ചതാണെന്ന് അർത്ഥം. എടാ, മറുപടി പറയടാ. അത് സത്യമേ, ഞാൻ അങ്ങനെയൊന്നും. നിനക്ക് ഇവിടെ ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതെ, ഇഷ്ടമാണ്. നിനക്കോ? ക്ഷമ, പ്ലീസ്. സത്യാമ്മയ്ക്ക് എന്താ അറിയണ്ടേ? വിവാഹത്തിന് മുൻപ് നിനക്ക് രോഹിത്തിനെ ഇഷ്ടമായിരുന്നോ എന്ന്. ഇല്ല, ഇഷ്ടമായിരുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനൂപിന്റെ ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ചേച്ചി മനസ്സിൽ കണ്ട പ്ലാൻ? വഴിയരികിലെ എന്തോ കണ്ട അർച്ചനയെ വിളിച്ച് പറഞ്ഞെന്നും അത് കേട്ട് അർച്ചന തിരികെ വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നും അല്ലേ ചേച്ചി പറഞ്ഞത്? ഇതിപ്പോ അർച്ചന വന്നത് അവളുടെ ഏട്ടൻ വണ്ടിയിൽ നിന്ന് വീണതുകൊണ്ടല്ലേ? അതെ, അനൂപ് വണ്ടിയിൽ നിന്ന് വീണത് കൊണ്ട് തന്നെയാ അർച്ചന തിരികെ വന്നത്. വീഴ്ത്തിയത് ഈ അവന്തികയുടെ ആളുകളും. നീ എന്ത് കരുതി ഇതൊന്നും ഞാൻ അറിയാതെ നടന്ന കാര്യങ്ങളാണെന്നോ? അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് അനൂപിന്റെ ആക്സിഡന്റ് ചേച്ചി ക്രിയേറ്റ് ചെയ്തതാണെന്നാണോ? അനൂപിന്റെ ആക്സിഡന്റ് അവന്തിക ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് തന്നെയാ. സച്ചിയോടൊപ്പമുള്ള അവളുടെ ആഘോഷങ്ങൾ ആഘാതമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞിട്ട് എന്റെ ആളുകൾ നടത്തിയ ഒരു കുഞ്ഞു ഡ്രാമ.
എന്ന് പറഞ്ഞോ ചേച്ചിയാണോ കാറിൽ വന്ന് അനൂപിന്റെ വണ്ടിയിൽ ഇടിച്ചത്? ശരിക്കും പറഞ്ഞാ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവന് ഇടിച്ച് തെറിപ്പിക്കണം എന്ന്. അങ്ങനെയായിരുന്നു അന്നിവിടെ കയറി വന്നവന്റെ പെർഫോമൻസ്. ഞാനായിട്ട് ഇതിനിറങ്ങിയ ഇടിച്ച് തെറിപ്പിക്കൽ മാത്രമല്ല, അവന്റെ നെഞ്ചിക്കൂടെ കയറ്റി ഇറക്കുകയും ചെയ്തേനെ. കൊല്ലാനുള്ള വൃന്ദാവനം വീട്ടിലെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അർച്ചനയുടേതായതുകൊണ്ട് അനൂപിനുള്ള മരണശിക്ഷയിൽ ചെറിയൊരു ഇളവ് കൊടുത്തു. എങ്ങനെയും അർച്ചന തിരികെ ഇവിടെ എത്തിക്കണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒന്ന് പേടിപ്പിച്ചു വിട്ടുന്നേ ഉള്ളൂ. എനിക്കെന്തോ അവൻ ചോര വാർന്ന് കിടക്കുന്ന കണ്ടപ്പോ ഒരു സന്തോഷം. അത് ചിലപ്പോ അർച്ചനയുടെ ചോര ആയതുകൊണ്ടാവും. ഒരിക്കലും ഇതിനു പിന്നിൽ ഞാനാണെന്ന് അവൾക്ക് ഊഹം പോലും കിട്ടില്ല. ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചാലേ അവക്കും വേദനിക്കും. അർച്ചന എനിക്ക് ഈ വീട്ടിൽ വേണം. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്റെ ശത്രുവായി എന്റെ എതിര് നിന്ന് എന്നെ ഓർമ്മിപ്പിക്കണം. അവള് മുന്നിൽ കിടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം. ഇനി അങ്ങോട്ട് ഓരോന്നും കണ്ട് മരവിച്ച് നിൽക്കാനേ അർച്ചനയ്ക്ക് കഴിയും. അതിനെ ഞാൻ സമ്മതിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ജീവൻ ആപത്തിലാണെന്ന് പറയുമ്പോ ആ ഗൗരി എന്നെ കൊല്ലുവോ? എന്റെ ദൈവമേ, എന്തൊക്കെയാണോ വരാൻ പോകുന്നത്? ഒന്നും കാണാതെ ഗുരുവമ്മ എന്നെ വിളിച്ചിങ്ങനെ പറയില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം അമ്മയെ ആന്റി അറിയിച്ചിട്ട് ഗുരുവമ്മയെ പോയി കാണണം. ഇത് ഗൗരിയുടെ പണിയാ. വേണ്ട ഗൗരി, നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട. എന്റെ കയ്യിലെ മോതിരമുണ്ട്. എന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടാലേ നീ ഭസ്മമായി പോവും. വെറുതെ കളിക്കാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ട് വേഗം പൊക്കോ. നിന്റെ മോതിരമൊന്നും എന്നെ ഒന്നും ചെയ്യില്ലടി. നിന്നെ തീർക്കാൻ എനിക്കറിയാം. ഒറിജിനൽ പാമ്പാണോ അതോ ഗൗരി പാമ്പായതാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കൊത്തല്ലേ പാമ്പേ. അയ്യോ, ആരെങ്കിലും വന്നൊന്ന് വാതിൽ തുറക്കണേ. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് വരണേ. അയ്യോ പാമ്പേ, ആരെങ്കിലും വന്നൊന്ന് വാതിൽ തുറക്കണേ. ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ പറ്റിയേ? നിന്ന് പ്രസംഗിക്കാതെ വാതിൽ തുറക്കടി. എന്നോട് പാമ്പ് കൊല്ലാൻ ഓടിക്കുവാ. അയ്യോ പാമ്പോ? എങ്ങോട്ട്? പാമ്പ്, പാമ്പ് എവിടെ? പാമ്പ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്റെ നീയും ഗൗരവത്തുള്ള കളിയല്ലേ, എനിക്കറിയാം.
ഞാനൊന്നും ചെയ്തില്ലല്ലോ ശ്രേയജി. ഇവിടുന്ന് കരയുന്ന ശബ്ദം കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അപ്പഴാ വാതിൽ അടഞ്ഞു കിടക്കുന്ന കണ്ടത്. ഓ, അവളുടെ ഒരു അഭിനയം ഒട്ടും ഓവറായിട്ട് തോന്നത്തേ ഇല്ല. നിന്റെ ഈ നോട്ടവും മുഖം കണ്ടിട്ട് ഭിത്തിയിൽ വെച്ച് ഉരയ്ക്കാനാ തോന്നുന്നേ. നിന്നെ ഞാനിന്ന് പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയേ, നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഓ, നിന്നെ ഉപദ്രവിക്കാനും പറ്റാതെ ആയല്ലോ. നാശം. ശ്രേയജിക്ക് എന്താ പറ്റിയത്? എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാത്തൂൻ പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവരെല്ലാം നാത്തൂന് നല്ല പരിചയമാണെന്ന്. അമ്മയൊന്നും മണ്ടത്തരം പറയാതിരിക്കോ? അങ്ങനെയുള്ളവരാരെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ അവരെയല്ലേ നമ്മൾ ആദ്യം പോയി കാണൂ. അത് ശരിയാ. നമ്മളിപ്പോ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ചെന്നാലും അതിൽ നല്ല ആളുകളെ, അതായത് യഥാർത്ഥ ശക്തിയുള്ളവരെ കണ്ടുകിട്ടാൻ പ്രയാസായിരിക്കും. കിട്ടിയ തന്നെ അവരൊക്കെ നമ്മളെ സഹായിക്കാൻ തയ്യാറാവണമെന്ന് നിർബന്ധവുമില്ല. അതൊക്കെ വെറുതെയാ. കാശ് കൊടുത്ത ആരാണെങ്കിലും വരില്ലേ? ഇല്ല, അവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വര ധ്യാനത്തിലും അവരുടെ നിഷ്ഠകളിലും മനസ്സുറപ്പിച്ച് ജീവിതം നയിക്കുന്നവരാ. പണം കാണിച്ച് അവരെ മോഹിപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ? ഉണ്ടമ്മേ. അതുപോലെ കാശ് കൊടുത്ത ഓടി വരുന്നവരും ഉണ്ട്. പക്ഷേ അവരൊക്കെ വ്യാജന്മാരായിരിക്കും. അതെ, നമ്മുടെ മുന്നിൽ വരുന്നവരിൽ 90% വ്യാജന്മാരായിരിക്കും. അപ്പൊ ഇതൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ, നടപ്പാവുന്ന കാര്യമൊന്നും അല്ലല്ലേ? എന്റെ പൊന്നു മോളെ, നീ എത്രയും പെട്ടെന്ന് പോയി ഗുരുവമ്മയെ കാണ്. തൽക്കാലം ഗൗരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പരിപാടി ഗുരുവമ്മ ചെയ്തു തരും. അതെ, ഹൈമാവതി പറഞ്ഞ പോലെ തൽക്കാലം ഗുരുവമ്മയെ തന്നെ കാണാം. ഞാൻ പറഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടത്താൻ എന്നെ കൊണ്ടാവും പോലെ ഞാനും ശ്രമിച്ചു നോക്കാം. ശരി, ഞാൻ ഉടനെ തന്നെ പോയി ഗുരുവമ്മയെ കാണും. ഇവിടെ ഇല്ലേ? അയാളുടെ ഫോണിൽ റിംഗ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും കള്ളത്തരം കാണും. അതുകൊണ്ടല്ലേ പലപ്പോഴും അയാൾ ആളുകളുടെ മുന്നിൽ വെച്ച് കോൾ എടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നത്. അയാൾ ഇവിടെ ഇല്ലല്ലോ. ഒന്ന് എടുത്തു നോക്കാം. ബോംബെ ബോസോ? എന്തായാലും എടുത്തു നോക്കാം. അയാൾ കുളിക്കുവാണെന്ന് തോന്നുന്നു. എത്ര നേരമായിട്ട് വിളിക്കുന്നു? നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? നകുൽ, നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിനക്ക് എന്നെ അറിയില്ല. നീ എന്താ മിണ്ടാത്തത്? ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവിടെ സുഖിച്ച് മണവാളനായിട്ട് കഴിയാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ നകുലേ, അത് വെറുതെയാ. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായിട്ടൊന്നുമില്ല. ആ ഓർമ്മ നിനക്ക് വേണം. ഒരു ജോലിയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിന്നെ ഇന്നത്തെ നകുലാക്കാൻ എനിക്കറിയാമെങ്കിൽ പഴയതുപോലെ നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു വിരൽ ഞൊടിക്കാനുള്ള സമയം മാത്രം മതി. നീ എന്താ മിണ്ടാതെ നിന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇപ്പൊ നീ കാണിക്കുന്ന ഓരോന്നിനും എണ്ണി എണ്ണി നിന്നെ കൊണ്ട് കണക്ക് പറയിക്കും. ഞാൻ അവസാനമായിട്ട് പറയുക,
ഒരാഴ്ചക്കുള്ളിൽ നിന്റെ വധുവായ ഗംഗ എന്റെ കാൽച്ചുവട്ടിൽ എത്തിയിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി കൊള്ളാം. ചേച്ചി പെഴുന്നിട്ടേ ഉള്ളോ? ഞാൻ ഉണരുന്നത് ഈ സമയത്താണെന്ന് നീ അറിയാഞ്ഞിട്ടാണോ? എനിക്കുള്ള ചായയായിട്ട് റൂമിൽ വന്ന് എന്നെ ഉരുട്ടി ഉരുട്ടി വിളിക്കുന്നത് നീ മറന്നോ? എന്നിട്ട് ഞാൻ ഉണർന്നില്ലെങ്കിൽ ചായക്കപ്പ് ടേബിളിൽ വെച്ച് എന്റെ കവിളില് സ്നേഹത്തോടെ വന്ന് പിച്ചു. ശരിയല്ലേ? ശരിക്കും അപ്പൊ ഞാൻ ഉണർന്നിട്ടുണ്ടാവും. കള്ള ഉറക്കമാന്ന് നിനക്കും അറിയാം. അന്നേരം നിന്നെ ഞാൻ ബെഡിൽ വലിച്ചിട്ടിട്ട് കൂടെ കിടത്തും. അയ്യേ, എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ ചായയുമായിട്ട് മുറി വരാഞ്ഞിട്ടാണോ? എങ്കിൽ നാളെ തൊട്ട് ചേച്ചി എന്നെയായിരിക്കും കണി കാണാം. എന്റെ ദൈവമേ, ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് എന്നെ പേടിച്ച. എന്നെ കണി കണ്ട നല്ലതാണെന്ന് എല്ലാവരും പറയാറ്. നരേന്ദ്രൻ ചേട്ടന് എന്നും എന്നെ തന്നെ കണി കാണണം, അല്ലെങ്കിൽ നരേന്ദ്രൻ ചേട്ടന് കലി ഇളകും. അത് പേടിച്ച് ചായയുമായിട്ട് ഞാൻ ലച്ചുന്ന് വിളി കേൾക്കാൻ കാത്തു നിൽക്കും. ഉറങ്ങി ഉണരുമ്പോ അവളെ പഴയ നിലയിൽ എത്തുമെന്ന് കരുതിയതൊക്കെ തെറ്റി. നീ എനിക്ക് ചായ ആയിട്ടൊന്നും വരണ്ട കേട്ടോ. ഞാൻ താഴെ വന്ന് എടുത്ത് കുടിക്കാറാ പതിവ്. ഒരു വീട്ടിലെ എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യുകയല്ലേ ആ വീട്ടിലെ മരുമോളി ചെയ്യേണ്ടത്. എനിക്കതിലൊന്നും ഒരു മടിയുമില്ല ചേച്ചി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ സഞ്ജുവേട്ടൻ എന്നോട് മതിപ്പുണ്ടാവുള്ളൂ. ലച്ചു എന്റെ ഭാര്യയാണെന്ന് സഞ്ജുവേട്ടൻ അഭിമാനത്തോടെ എല്ലാവരോടും പറയണം. അതാ എന്റെ പ്രാർത്ഥന. ചേച്ചിയുടെ ഭർത്താവ് വിദേശത്തല്ലേ? അവിടെ എന്താ ചെയ്യുന്നേ? എന്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാ. ആ, സഞ്ജുവേട്ടനും ബിസിനസ്സുകാരനാ. ബിസിനസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആ, പിന്നെ ചേച്ചി എന്താ ഭർത്താവിന്റെ കൂടെ പോവാത്തെ? ഈ സമയം ചേച്ചി ഭർത്താവിന്റെ കൂടെയല്ലേ കഴിയേണ്ടത്? അതിനുള്ള സാഹചര്യം ഒന്ന് വരണ്ടേ? ആരും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളല്ലേ വന്നിരിക്കുന്നെ. എങ്കിലും ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ നിൽക്കണ്ടേ? ചേച്ചി അച്ഛന്റെ അമ്മയുടെയും കൂടെയോ അല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. ചേച്ചി ഇവിടെ ഉള്ളത് എനിക്കൊരു കൂട്ടല്ലേ. ഇന്നലെ എന്നെ സഞ്ജുവേട്ടന്റെ മുറിയിലേക്ക് അയക്കാൻ ചേച്ചി മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സഞ്ജു എന്തൊക്കെ പറഞ്ഞു? വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. അത് പിന്നെ സഞ്ജുവേട്ടന് വേണ്ടി എന്തൊക്കെയോ പൂജകൾ നടക്കുന്നുണ്ട്. അത് കഴിയാതെ ഒരു മുറിയിൽ ഞങ്ങൾ ഉറങ്ങിക്കൂടാ. അമ്മ വന്ന് അമ്മയുടെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. നിനക്ക് വിഷമം തോന്നിയില്ലേ? എന്തിന്? സഞ്ജുവേട്ടന് പ്രാണഭീതിയുണ്ട്. അതിനുവേണ്ടിയ പൂജ നടത്താനാ സഞ്ജുവേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ വന്നത്. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. കാവേരിയപ്പിച്ച് മാത്രമേ ഉള്ളൂ അവിടെ. ചേച്ചിക്ക് ചായ ഊണുമുറിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാം. അവൾ ഈ വീടിന്റെ മരുമകളായി മാറിക്കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഫോട്ടോ എടുക്കാലോ? എത്ര വേണേലും എടുത്തു. എന്നാ പിന്നെ ഫോട്ടോ എടുത്തോ. ആദ്യം പാർവതിയുടെ തന്നെ ആവാം. ചെല്ല.
ഇരിക്ക. ഇനി സാറിരിക്കൂ. വിശാൽ സർ, പാർവതി വാ. എന്താ ഇങ്ങനെ നോക്കുന്ന? നിന്റെ സൗന്ദര്യം. ഈ മണിചന്ദ്രമാലയൊക്കെ അണിഞ്ഞ് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓ പിന്നെ പിന്നെ ആണടം. മണിചന്ദ്രമാല അണിഞ്ഞപ്പോ നിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടി. ദേ, സാർ എന്നെ കാണുമ്പോ കൂടുതൽ കൂടുതൽ സുന്ദരിയാണ് സുന്ദരിയാണെന്ന് പറയുമ്പോഴേ എനിക്ക് വല്ലാത്ത നാണം തോന്നുന്നു. അതിനെന്തിനാ നാണിക്കുന്നേ? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്നാലും കേൾക്കുന്ന എനിക്ക് ഒരു ചമ്മലില്ലേ? താനേ കൂടുതൽ ചമ്മൊന്നും വേണ്ട. എന്റെ ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. ശരി 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 ആയിക്കോട്ടെ. ഞാനിപ്പോ വന്നതേ ഒരു കാര്യം പറയാനാ. മണിചന്ദ്രമാല ഊരി തിരികെ ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കാം. ചെറിയമ്മ അത് കൊണ്ടേ തിരികെ ലോക്കറിൽ തന്നെ വെച്ചോട്ടെ. എന്തിനാ ഇപ്പൊ ഇത് ഊരി കൊടുക്കുന്നേ? ഇത് കഴുത്തി കിടക്കുന്നോണ്ട് പാർവതിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ? ഉണ്ട്, ഇത്തിരി ഭാരം തോന്നുന്നുണ്ട്. ഓ പിന്നെ ഭാരം. പണ്ടത്തെ റാണിമാരെ കിലോ കണക്കിന് സ്വർണ്ണം ആ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിനിപ്പോ അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതേ എന്റെ സുന്ദരിയുടെ കഴുത്തി കിടന്നാ മതി. എവിടെ? ഞാനിതിന്റെ സൗന്ദര്യം ഒന്നുകൂടെ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാൻ എന്തെങ്കിലും മറുപടി പറ. അതോ എന്ന് നമ്മൾ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നോട്ടേന്നോ? ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, ചെയർപേഴ്സണായിട്ട് ഒപ്പുവെക്കലും കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ബ്രൗഷറിലും ബുക്ക്ലെറ്റിലും ഫ്ലെക്സിലും എല്ലാം പാർവതിയുടെ ഫോട്ടോയായിരിക്കും. ആ, നമുക്ക് അതും കണ്ടോണ്ടിരിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ? എടാ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഓരോന്നാലോചിച്ച് എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനി നീ ആയിട്ട് എന്റെ ഭ്രാന്ത് കൂട്ടരുത്. ചേച്ചി, ഭ്രാന്ത് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സമയം പാഴാക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ നോക്കണം. ഇല്ലെങ്കിലേ ദേ ആയുഷ്കാലം മുഴുവനും നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഇരിപ്പ് ഇരിക്കേണ്ടി വരും. അങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കാനല്ല ഞാനും നീയും ഈ വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ സമയം പാർവതിക്ക് അനുകൂലമാണെന്ന് കരുതി എന്നും അങ്ങനെ ആവണമെന്നില്ല. അവളെ വീഴ്ത്താൻ നമുക്ക് ഒരു അവസരം വന്നു ചേരും പ്രതാപ. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ആന്റി, ഇപ്പൊ സമാധാനമായല്ലോ. അവള് കമ്പനിയുടെ ചെയർപേഴ്സണുമായി ആന്റിക്ക് കമ്പനിയിലുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു. ആ, അതിപ്പോ കമ്പനിയുടെ റൂളല്ലേ ജാസ്മിൻ? അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്ത് റൂളായാലും ശരി, ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്താ ഇപ്പൊ അവള് കയറിയിരിക്കുന്നത്. എനിക്കിതെല്ലാം നഷ്ടപ്പെടാൻ കാരണമേ ആന്റി ഒറ്റൊരാളാ. ആന്റി എന്റെ കാര്യത്തിൽ ഉദാസീനത കാണിക്കാതിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ വിശാലിന്റെ ഭാര്യ ആവുമായിരുന്നു, കമ്പനിയുടെ ചെയർപേഴ്സണും ആവുമായിരുന്നു, മണിചന്ദ്രമാല കഴുത്തിലിട്ട് നടക്കുകയും ചെയ്യായിരുന്നു. ജാസ്മിനെ, വിശാലിനെ നമ്മൾ ഒരുവിധം നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലല്ലേ അവൻ കളം മാറി പാർവതിയായിട്ട് കൂടുതൽ അടുത്തത്.
പാർവതിയെ വലിയ അവജ്ഞയോടെ കണ്ടിരുന്ന വിശാലിന്റെ മനസ്സ് പെട്ടെന്ന് എങ്ങനെയാണ് മാറി അവളോട് അടുത്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ചിലപ്പോ അവള് കാര്യമായ തലേണ മന്ത്രം പ്രയോഗിച്ച് കാണും. അതിലായിരിക്കും ചിലപ്പോ അവൻ വീണത്. എന്ത് കുന്തമായാലും ശരി, പാർവതി നമ്മളെക്കാൾ നല്ല ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല. ജാസ്മിൻ, അവൾ എന്ത് ബുദ്ധി പ്രയോഗിച്ചാണോ വിശാലിനെ അവളുടെ പാട്ടിലാക്കിയത്, അതേ ബുദ്ധി നീയും പ്രയോഗിക്കണം. നീ പാർവതിയെ തൽക്കാലം മറന്നേക്ക്. എന്നിട്ട് വിശാലുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്ക്. അതിനൊക്കെ ഇനി ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നേ. എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. പാർവതി ബുദ്ധി ഉപയോഗിച്ചാണ് കളിക്കുന്നതെങ്കിലേ അതിനേക്കാള് ബുദ്ധിയും തന്ത്രവും ഞാൻ പുറത്തെടുക്കും. ഓണം കേറാമൂലയിൽ വളർന്ന അവളുടെ ബുദ്ധിയല്ല, അമേരിക്കയിൽ ജനിച്ചു വളർന്ന എന്റെ ബുദ്ധി. ഞാൻ ആരാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്താ ചെയ്യാൻ പോന്നേന്ന് വഴിയെ നിങ്ങൾ അറിഞ്ഞോളൂ. അവള് നല്ല ആവേശത്തിലാണല്ലോ പോയത്. എന്താണോ അവളുടെ പ്ലാൻ? വല്ല സ്ലോ പോയിസണും കൊടുത്ത് രഹസ്യമായി പാർവതിയെ കൊല്ലാനായിരിക്കും അവളുടെ പ്ലാൻ. അല്ലാതെ അവൾ എന്ത് ചെയ്യാണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ അഖിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഐശ്വര്യ, അഖി എന്ത് പറഞ്ഞു? അമ്മേ, അത് അഖി മോളെ, അഖി സമ്മതിച്ചോ? വരാന്ന് സമ്മതിച്ചോ? അവനെ എന്റെ അടുത്ത് എത്തിക്കാൻ നിനക്കെന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഐഡിയ വർക്കൗട്ടായോ? എന്റെ അഖി എന്റെ അടുത്തേക്ക് വരുമോ? എന്താ മോളെ ഒന്നും പറയാത്തെ? അവനെ നീ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? ഞാനേ പച്ചക്കറി കടയിൽ ബോറടിച്ചിരിക്കുമ്പോ കണ്ട് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് പെൺപിള്ളേരുടെ ഫോട്ടോ അയച്ചു കിട്ടിയാ നന്നായിരുന്നു. അല്ല ഐശ്വര്യ, അഖി നീ? അതെ, ഞാനാ. അമ്മായിയുടെയും മരുമോളുടെയും ഐഡിയ ചീറ്റിപ്പോയി. ഇനിയും ഇങ്ങനെ പല തന്ത്രങ്ങളുമായി ആരെ എന്റെ അടുത്തേക്ക് അയക്കരുത്. എന്നാലേ ഇനിയും എന്റെ മനസ്സിൽ എവിടെയൊക്കെ അവശേഷിക്കുന്ന അമ്മയെന്ന കുറച്ച് പരിഗണന അതും കൂടി ഇല്ലതാവും. മറക്കണ്ട. അഖി, അത് ഞാൻ ഇനി ഒന്നും പറയണ്ട. നിങ്ങളുടെ ആരുടെ ഈ മാജിക് ഒന്നും ഇനി എന്റെ അടുത്ത് വില പോകില്ല. അമ്മ അങ്ങനെ ഉദ്ദേശിച്ചാവില്ല. നിന്നെ ഏട്ടനൊന്നും പറയണ്ട. അന്ന് ഫംഗ്ഷൻ അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ ഫോട്ടോസ് കാണിച്ച ശ്യാമ ഇൻസൾട്ട് ചെയ്തപ്പോ ഏട്ടൻ എന്താവുന്ന പണയം വെച്ചിരുന്നു. അന്ന് തകർന്നു നിന്ന ശ്യാമയെ ചേർത്ത് പിടിച്ച് ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങുമ്പോ ഒരു ചെറിയ സാന്ത്വനം, അത് നിങ്ങളുടെ ആരുടെയെങ്കിലും നാവിൽ നിന്നുണ്ടായോ? ഇല്ലല്ലോ. അല്ല, എനിക്കറിയാം. എന്റെ ശ്യാമയെ ഒറ്റപ്പെടുത്തുന്ന കാര്യം വരുമ്പോ അവിടെ എല്ലാവരും ഒറ്റക്കെട്ട. ഇനി എന്നും അങ്ങനെ മതി. എനിക്ക് എന്റെ ശ്യാമയും അവൾക്ക് ഞാനും, അത് മതി. ഇനി ഈ കാര്യം പറഞ്ഞ്
ആരും എന്റെ അടുത്ത് വരരുത്. എടാ അഖി, ഇനി അമ്മയുടെ മുന്നിൽ എങ്ങനെ ചെല്ലും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തോ രസമുള്ള കാര്യമാണെന്ന് മനസ്സിലായി. പറ. അല്ല ശരി, അത് ഞാൻ നമ്മുടെ ശ്രീകുട്ടിയെ കുറിച്ച് ഓർത്തു പോയതാ. പാവം മോള്, അവളുടെ കളിയും ചിരിയും ഒക്കെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല. കയ്യിലും കാലിലൊക്കെ നല്ല മുറിവുണ്ട്. രാത്രി പനിയൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എന്നാ പിന്നെ അരുൺ അവിടെ മോളെയും ശുശ്രൂഷിച്ച് കഴിയാത്തത് എന്താ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുറെ നാളായിട്ട് ഞാൻ ക്ഷമിക്കാം. ആ പെണ്ണിനെ കണ്ട അപ്പൊ തന്നെ അരുണ് വല്ലാത്തൊരടുപ്പാ. അരുണ്ട് ആരാ കൊച്ച്? പറ. വേറെ എത്രയോ കുട്ടികളെ അരുൺ കാണുന്നു. അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകത ആ കൊച്ചിന് മാത്രം എന്താ? പറ, കേക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആ മോളെ കാണുമ്പോ വല്ലാത്തൊരടുപ്പം അല്ലേ? അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിക്കും. ഈ കാര്യത്തിൽ എനിക്കും അരുണിനോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ അരുൺ ലാളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ശരി, അപ്പൊ നിനക്ക് ഇഷ്ടമല്ല അല്ലേ? എന്നാ പിന്നെ നീ എനിക്ക് ശ്രീകുട്ടിയെ പോലെ ഒരു മോളത്താ. അപ്പൊ പിന്നെ ഞാൻ വേറെ ഒരു കുട്ടികളെ ലാളിക്കില്ല. എന്താ, അതിനെ പറ്റുമോ? അതിന് ഞാൻ പറ്റില്ല അല്ലേ? ഓ, പ്രസവിച്ചാ നിന്റെ സൗന്ദര്യം പോവും. വലിയ മിസ് വേൾഡ് ആവാൻ പോവുകയല്ലേ? ഓ, വിവാഹം കഴിച്ചു, അപ്പൊ പോയില്ലേ? ഇനി മിസ്സസ് വേൾഡ് ആവാനല്ലേ പറ്റൂ. അത് ഞാൻ ഓർത്തില്ല. എന്താ അരുണനെ കളിയാക്ക? എന്റെ സൗന്ദര്യത്തിന് ഒരു വിലയില്ല അല്ലേ അരുണ്? അരുൺ എന്നെ മടുത്തു തുടങ്ങിയല്ലേ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ പറയും, ഇനി പറയും. എന്റെ ഹസ്ബൻഡ് എനിക്കുള്ളതാ. അങ്ങനെ കണ്ണി കണ്ട പിള്ളേരെ ഒന്നും കൊഞ്ചിക്കണ്ട. അതെനിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതെ, എന്റെ ഇഷ്ടമാ. ഞാൻ ഇനിയും ശ്രീകുട്ടിയെ കാണും, അവളെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യും. എന്നാലേ അതെനിക്കൊന്ന് കാണണല്ലോ. നീ എന്ത് ചെയ്യോടി? ഇനി അങ്ങനെ വല്ലതും ചെയ്താ ഞാൻ അവളെ, ആ ശ്രീകുട്ടിയെ പലതും ചെയ്തെന്ന് വരും. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. ഞാൻ വേണ്ടി വന്ന ശ്രീകുട്ടിയെ കൊല്ലും. നീ ശ്രീകുട്ടി കൊല്ലുവല്ലേ? കൊല്ല്, എന്നെ ഒന്ന് കൊല്ല്. അശ്വരി, നീ ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് ഒരു വിലയുമില്ല. അവളാ ആ കൊച്ച ഇപ്പൊ അരുണ് വലുത്. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എന്റെ മുന്നിൽ നിങ്ങൾ പോയി നശിച്ചു. എനിക്ക് കാണണ്ട. പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛത് എത്ര സമയം എടുക്കും ഈ റുബിക്സ് ക്യൂബ് പസിൽ സോൾവ് ചെയ്യാൻ? പണ്ടൊക്കെ 8 മണിക്കൂർ എടുക്കുമായിരുന്നു, ഇപ്പൊ അരമണിക്കൂർ മതി. ആഹാ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നാ ഉടനെ കളിക്കാൻ തുടങ്ങും അച്ഛത്? ഇല്ല അങ്കിൾ, അമ്മ പ്രത്യേകം പറഞ്ഞതാ. വെറുതെ കളിച്ച് നേരം കളയാതെ
ഇടയ്ക്കിടയ്ക്ക് പുസ്തകം എടുത്ത് വായിക്കണോന്ന്. അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്ന കുട്ടിയാണല്ലോ. ഗുഡ്. അച്ഛന് അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണോ? അമ്മ ഇടയ്ക്ക് വഴക്ക് പറയുമ്പോ ദേഷ്യവും സങ്കടമൊക്കെ വരും. എന്നാ അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്റെ അമ്മ സൂപ്പറാ. ഈ അങ്കിളിനോടോ? ഈ അങ്കിളിനോട് എത്ര ഇഷ്ടമുണ്ട് അച്ഛന്? അങ്കിളിനെ ഇഷ്ടാ, പക്ഷേ അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാ. കറക്റ്റ്. കേൾക്കുന്നവരോട് പ്രിയം പറയുന്നതിനേക്കാൾ മനസ്സിൽ തോന്നുന്ന സത്യം പറയുന്നത് നല്ല ശീലമാ. അച്ഛനോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതാണോ? സത്യമേ പറയാവുള്ളെന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ട് കള്ളം പറയില്ല ഞാൻ. കള്ളം പറയുന്നതും പറ്റിക്കുന്നതും പാവാ. സൂപ്പർബ്. നിന്റെ വാക്കുകളും നിന്റെ ശീലങ്ങളും നിന്റെ രീതികളും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അച്ഛത്. ഒരു കുഞ്ഞ് എങ്ങനെയാ വളരേണ്ടതെന്ന് നീ സ്വയം കാണിച്ചു കൊടുക്കുക. എന്റെ മകൻ എന്റെ അടുത്തില്ലെങ്കിലും നീ അടുത്തിരിക്കുമ്പോ അവൻ അടുത്തുള്ളതുപോലൊരു ഫീലാ എനിക്ക്. പലപ്പോഴും നീ എന്റെ സ്വന്തം മകനാണെന്ന് പോലും ഞാൻ വിചാരിച്ചു പോകുന്നുണ്ട്. അങ്കിൾ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. ഞാൻ അങ്കിളിന്റെ മൂത്ത മകനാ. സ്വന്തം മകനെ തിരിച്ചു കിട്ടുമ്പോ അവൻ എന്റെ അനുജനായി അങ്കിളിനെ രണ്ടാമത്തെ മകനായി വളർത്തിയാ മതി. എന്താ, പറ്റോ? കൊള്ളാം, സമ്മതിച്ചു. അപ്പോഴേ മൂത്ത മകന് അച്ഛനോട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോ കൂടെ വേണം, അസുഖം വരുമ്പോ ശുശ്രൂഷിക്കണം, മരിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യണം, ബലിയിടണം, അങ്ങനെ അങ്ങനെ. അതൊക്കെ മൂത്ത മകന്റെ ഉത്തരവാദിത്തങ്ങളാ. അച്ചു ഇതൊക്കെ ചെയ്യൂ എനിക്ക് വേണ്ടി? ചെയ്യും, ഞാൻ റെഡിയാ. കുഞ്ഞ് ബെഡ്റൂം റെഡിയായി. നേരെ ഒരുപാടായി. നമുക്ക് ചാച്ചിയാലോ? ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. പോവാം. പോവാം. അല്ല, ഭവാനിയമ്മ രാവിലെ നാട്ടിൽ പോണ ലക്ഷണ. റൂമിലിരുന്ന് ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പോണെങ്കി പോട്ടെന്നേ. വീണ്ടും വീണ്ടും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ വയ്യ. അപ്പൊ അച്യുത്, ഗുഡ് നൈറ്റ്. ശരി. എന്റെ മകൻ തിരിച്ചു വരുമെന്ന് എനിക്കിപ്പോ നിശ്ചയമില്ല. വന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ നീ ഉണ്ടെന്നുള്ള ആശ്വാസമാണ് ഇന്നെന്റെ ഏറ്റവും വലിയ ആശ്വാസം. എന്റെ ദുഃഖങ്ങൾ മറക്കാനും സമാധാനത്തോടെ ഉറങ്ങാനുമുള്ള ദിവ്യ ഔഷധമാണ് നീ. അച്യുത്, ഐ ലവ് യു. ഐ ലവ് യു എ ലോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൽക്കാലം ഞാനിതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ഇവരെ മേഘനാഥൻ അയച്ചതാണെന്ന് തീർച്ച. തൽക്കാലം ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ പ്രസാദേട്ടന് സംശയമാവും. സത്യം പറയടാ, ആരതിന്റെ പിന്നിൽ? ആർക്ക് വേണ്ടി നീയൊക്കെ ഇത് ചെയ്തേ? സത്യം പറയണം. പ്രസാദേട്ടാ, വേണ്ട, മതി. വാ പോവാം. ഇവരാരും ആയിക്കോട്ടെ, ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. പ്രസാദേട്ടാ, അവന്മാരെ വിട്ടിട്ട് വാ, നമുക്ക് പോവാം. വാ. വിടഞ്ജലി, അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഇവരെ തടഞ്ഞു. നാളെ ഇനി ഞാൻ ഇല്ലാത്തടത്ത് വെച്ച് മറ്റൊരു ശ്രമം നടന്ന ആര് രക്ഷിക്കും? അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണം. പറയണം, ആരാണ് നിന്നെ അയച്ചത്? പറയാൻ.
അവളെ വണ്ടി കയറ്റി കഴിഞ്ഞോ? പുറപ്പെട്ടോ നിങ്ങള്? ആരടാ നീ? ഏതെങ്കിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യലാണോ നിന്റെ പണി? എന്താ നിന്റെ പേര്? ഏതെങ്കിലും പെൺകുട്ടിയോ? അവളെ എന്റെ പെണ്ണാടാ, ഇഡിയറ്റ്! എന്റെ സ്വപ്നവും പ്രണയവും ഭാവി ജീവിതമൊക്കെ അവളാ. അങ്ങനെയുള്ള അവളെ എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ. അതിരിക്കട്ടെ, ഇത് ചോദിക്കാൻ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണയാ. ഇവൾ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. ചുണയുണ്ടെങ്കിൽ നീ ആരാണെന്ന് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് മതി നിന്റെ സംസാരം. അതാദ്യം നീ പറയണം. പറയണം. എന്റെ പെണ്ണിന് മേൽ അവകാശം പറയുന്ന നിന്റെ പേരെന്താ? എവിടെയാണ് നിന്റെ സ്ഥലം? അവൾ എങ്ങനെയാണ് നിന്റെ പെണ്ണാവുന്നത്? എങ്ങനെയെന്നല്ല, എല്ലാ അർത്ഥത്തിലും ഇവൾ എന്റെ മാത്രം പെണ്ണാ. എന്റെ കൂടെ ജീവിക്കുന്ന, എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ്. അവളുടെ മേൽ അവകാശം പറയുന്ന നിനക്കെങ്ങനെയാ അവളെ അറിയാവുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം പെണ്ണിനെ ആരെങ്കിലും ഗുണ്ടകളെ വെച്ച് പിടിപ്പിക്കോ? ആദ്യം അതിനുത്തരം പറ. ഒരു ഉത്തരവും പറയാൻ മനസ്സിലായിരിക്കും. ഒന്ന് മാത്രം നീ ഓർത്തോ, ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുള്ള എന്റെ പെണ്ണ അവള്. ഇന്നിപ്പോ അവള് നിന്റെ പെണ്ണായിട്ടുണ്ടെങ്കിൽ നീ കരുതിയിരുന്നോ, നിന്റെ ആയുസ് അവസാനിക്കാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.